കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. ആൻ ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് വുഡ് ഹാഡ് ഓൺലി 66.66% ഓഫ് ദ carbon-14 found in a tree. Calculate the age of the sample if the half-life carbon-14 is 5,730 years. So 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണത്. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹാഫ് ലൈഫ് പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും, ഇപ്പം കാർബൺ ഡേറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസസിൻ്റെ ലൈഫ് സ്പാൻ കണ്ടുപിടിക്കാനുള്ള ഇതാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കാം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ആണ് കാർബൺ ഡേറ്റിംഗ് C14 യൂസ് ചെയ്തിട്ടുള്ള ഐസോട്ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ എന്താണ് റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് ആണ്. അതെന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ഏജ് ഓഫ് ദി സാമ്പിൾ. ഏജ് ഓഫ് ദി സാമ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര ഏജ് ഉണ്ടെന്ന്, അതായത് എത്ര ടൈം പീരീഡ് ഉണ്ടെന്ന് ആ സാമ്പിളിന്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് T ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫസ്റ്റ് ഓർഡറിൻ്റെ T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2.303 ഡിവൈഡഡ് ബൈ K log R0/R ആണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, എത്ര പെർസെൻറ്റേജ് 66.66% ആണ് ഇപ്പോൾ ട്രീയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവണം? ആദ്യം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയിരുന്നു. അതിൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ പ്രൊഫസേഴ്സ് നോക്കിയപ്പോൾ ഇത്രയാണ് ട്രീസിൽ ഉള്ളത്. എത്ര? 66.66%. അപ്പോൾ R എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഫൈനൽ കോൺസെൻട്രേഷൻ ഇതാണ്. നമ്മുടെ പെർസെൻറ്റേജിൻ്റെ കണക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഇത്രയും പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയാറ്. കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 100ൽ നിന്ന് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് നമ്മൾ കുറയ്ക്കണം. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇത്രയും ഫൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് ബാക്കി അവിടെ ഇത്രയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 66.66%, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5,730 ഇയേഴ്സ് ആണ്. അപ്പോൾ T ഹാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് K കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ T ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് K കിട്ടുക. K ഇത്ര കിട്ടും. ഇനി നമ്മൾ ആ ഇക്വേഷൻ എന്താണ്, എത്ര ലൈഫ് സ്പാൻ, എത്ര ഏജ് ഓഫ് ദി സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓർഡറിൻ്റെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ K ഫൈൻഡ് ഔട്ട് ചെയ്തു. R0 100 ആണെന്നറിയാം. R എന്ന് പറയുന്നത് 66.66 ആണെന്നറിയാം. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വാല്യൂ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇതിലൊരു ഹിൻറ്റ് എന്ന് പറയുന്നത് കാർബൺ ഡേറ്റിംഗ് യൂസ് ചെയ്തിട്ടുള്ളത് റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് ഒക്കെ എന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്. ക്ലിയർ ആയല്ലോ. ഇവിടെ T എന്നുള്ളത് എന്താ വരിക? ഇയേഴ്സ് ആണ് വരിക. കാരണം ഏജ് ഓഫ് ദ സാമ്പിൾ ആയതുകൊണ്ട് അത്രയും ഇയേഴ്സ് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് K ഓഫ് ദ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റിയാക്ഷൻ്റെ ഓർഡറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ ലിറ്റർ ഇൻവേഴ്സ് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് K ഫോർ 0 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. യൂണിറ്റാണ്, Kയുടെ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതിൽ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. അല്ലാത്ത 2 മെത്തേഡിൽ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതാണ് സിമ്പിൾ മെത്തേഡ്. എന്താ ജനറൽ ഇക്വേഷൻ? മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 - n സെക്കൻഡ് ഇൻവേഴ്സ്. ഇവിടെ 0 ഓർഡർ ആകുമ്പോൾ n ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്നാണ് പറയണത്. n. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് K ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അതിൽ സബ് ക്വസ്റ്റ്യൻ A ആണ്. റേഡിയോ ആക്റ്റീവ് ഡീകേ ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫൈൻഡ് ഔട്ട് ദ യൂണിറ്റ് ഓഫ് K ഇൻ SI സിസ്റ്റം. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു, യൂണിറ്റ് ഓഫ് K ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, അപ്ലിക്കേഷൻ പോലെ. അപ്പോൾ
ഫസ്റ്റ് ഓർഡറിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇതറിയാം എന്താ ജനറൽ ഇക്വേഷൻ എന്താ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് എൻ സെക്കൻഡ് ഇൻവേഴ്സ് ഫോർ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് യൂണിറ്റ് എന്താ വരിക? ഫസ്റ്റ് ഓർഡറിൻ്റെ യൂണിറ്റ് കെയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ദെൻ ബി ദ ടൈം ഫോർ ഹാഫ് ചേഞ്ച് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളത് പറയുമ്പോൾ എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെങ്കിലും എഴുതി വയ്ക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഫ് ലൈഫ്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 0.693 ഡിവൈഡഡ് ബൈ കെ. ഇവിടെ നോക്കുക, ടി ഹാഫ് എന്തിനാ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ, അതായത് 0.693 എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ എന്താണ് കെനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ കോൺസെൻട്രേഷൻ ഉണ്ടോ? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ ടി ഹാഫ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? T half is inversely proportional to rate constant, then not on the initial concentration of the reactant. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കും കിട്ടും. അറിയില്ലെങ്കിൽ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് എഴുതിയാൽ മതി? ആ ഇക്വേഷനെങ്കിലും എഴുതി വയ്ക്കുക. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്കറിയാം ടി ഹാഫും കെയും തമ്മിൽ ഇൻവേഴ്സ് പ്രപ്പോർഷനാണ്. ഇവിടെ എന്തില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ, the order of a chemical reaction can be 0 and even a fraction, but molecularity cannot be 0 or a non-integer. What do you mean by the order of the reaction? നമുക്കറിയാം the order, it is the sum of the powers of concentration terms in the rate law. എഴുതി വയ്ക്കുക കേട്ടോ. What is molecularity of the reaction? It is the number of atoms, molecules, ions which collide simultaneously to bring about the reaction. ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല കാരണം അതൊക്കെ സിമ്പിളാണ്. Then third question, the conversion of molecule A to B follows second order kinetics. If the concentration of A is increased to 3 times, how much will it affect the rate of formation of B? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എ ബി ആയിട്ട് ചേഞ്ച് ചെയ്യണം. അത് സെക്കൻഡ് ഓർഡറാണ്. ഓർഡർ ഈസ് ഈക്വൽ ടു 2. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് എ, അതായത് റിയാക്റ്റൻറ്റ് ഇൻക്രീസ് ചെയ്തേക്കാണ്. എത്ര? 3 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെയാണ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബീനെ എഫക്റ്റ് ചെയ്യാന്ന് നമുക്ക് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻ അറിയാം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ് ടു 2. അപ്പോൾ കെ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2. നമ്മൾ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 3 ടൈംസ് ആണ്. അപ്പോൾ അതായത് 3A. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് 1 റേറ്റ് 2 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എയുടെ എത്രയാണ്? 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3A ഹോൾ സ്ക്വയർ എന്ന് വന്നു. 3A എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 9A സ്ക്വയറിന് എഴുതാം. ദെൻ 9K ഇൻറ്റു A സ്ക്വയറിന് എഴുതാം. 9 ഞാൻ പുറത്തേക്ക് എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയായിട്ടാണ് അവിടെ ഇൻക്രീസ് ചെയ്തത്? എത്ര ടൈംസ് ആയിട്ട്? 9 ടൈംസ് ആയിട്ട് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ്. എയുടെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആയ റേറ്റ് എത്ര ടൈംസ് ആവും? 9 ടൈംസ് ആവും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇൻക്രീസ് 3 ടൈംസ്, ദ റേറ്റ് ഓഫ് ഫോർമേഷൻ വിൽ ഇൻക്രീസ് 9 ടൈംസ്. കിട്ടിയത് മനസ്സിലായല്ലോ? The next question, fifth question, in a classroom discussion about order and molecularity of a chemical reaction, Ramu argued that there are reactions which appears to be of higher order but actually follow first order kinetics. A. How far is his statement true? Give your opinion in this regard. Justify your answer using suitable example. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത്. നമുക്ക് ഈ സെൻറ്റൻസ് കേട്ടിട്ടുണ്ട്. ദ റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ. ഇറ്റ്സ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ എന്താണ് അതിന് എക്സാമ്പിൾ എന്താ? എസ്റ്റർ ഹൈഡ്രോളിസിസ് യൂസിങ് ആസിഡ്. Here water is used as excess quantity, so its concentration taken as
constant or 1. Hence, rate is equal to K into concentration of ester എന്ന് മാത്രമാണ് വരിക. അപ്പോൾ അതെന്താണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അത്ര എഴുതി കഴിഞ്ഞാൽ 2.5 മാർക്കാണ്. ലിസ്റ്റ് ഔട്ട് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് 3 ഏതെങ്കിലും 3 എഴുതാം. പിന്നെ സം ഓഫ് ദി ഓർഡർ ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് മോളിക്യൂൾസ് അയോൺസ് വിച്ച് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദ റിയാക്ഷൻ. ദെൻ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ order is a molecularity is a theoretical concept, order is a experimental concept. Then molecularity integral values മാത്രമേ വരുള്ളൂ, ഓർഡറിൽ ഇൻറ്റഗ്രൽ വരാം, സീറോ, ഫ്രാക്ഷൻസ്, ഇൻഡെഫിനിറ്റ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 1.5 മാർക്കാണ്. 6th question, the hydrolysis of ester in acid medium is first order reaction. What do you mean by first order reaction? എന്താ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹിയർ എങ്ങനെയാണ് പറയാം, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഇത് നോക്കാം. റേറ്റ് ഓഫ് ആൻസർ ആണ് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഫസ്റ്റ് ഓർഡർ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ഫസ്റ്റ് പവർ ഓഫ് കോൺസെൻട്രേഷൻ. ശരിയല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1 എന്ന് പറഞ്ഞാണതാണ് എന്ന് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും? ഫസ്റ്റ് പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടറിന് ഏതാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞേക്കുന്നതാണ് ഇത് CH3CO എസ്റ്റർ ഹൈഡ്രോളിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാട്ടർ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഹിയർ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ റേസ് ടു 1. ഇത്രേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് ഓർഡർ. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫസ്റ്റ് പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ? ദെൻ അതിൽ തന്നെ ബി ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് ചോദിക്കുന്നത്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡും റേറ്റ് കോൺസ്റ്റൻറ്റും? ഏതാ ഇക്വേഷൻ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. വേർ ടി ഹാഫ് ഈസ് എന്താ തമ്മിലുള്ള റിലേഷൻ? ടി ഹാഫും കെയും ഇൻവേഴ്സ് നമുക്കറിയാം. ന്യൂമറേറ്ററിൽ ആണ് കെ കിടക്കുന്നതെങ്കിൽ ഡയറക്റ്റ് പ്രപ്പോർഷൻ ആയേനെ, പക്ഷേ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ടി ഹാഫും കെയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കെ ആണ്. അല്ല തന്നെ സി ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 20 സെക്കൻഡ്. ടി ഹാഫ് തന്നിട്ടുണ്ട് 20 സെക്കൻഡ്സ് ആണ്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 90% ഓഫ് ദ റിയാക്ഷൻ? അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഫൈനൽ കോൺസെൻട്രേഷൻ 90% കംപ്ലീറ്റ് ആയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 10% ആണ്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ 10ഉം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100ഉം ആണ്. ദെൻ നമുക്ക് തന്നിട്ട് ടി ഹാഫ് 20 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കെ കണ്ടുപിടിക്കാം. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കെനെ അങ്ങോട്ട് കൊണ്ടുപോയി ടി ഹാഫ് ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ആയി. അപ്പോൾ 0.693 ഡിവൈഡഡ് ബൈ 20 കണ്ടുപിടിക്കുക കേട്ടോ, ഫൈൻഡ് ഔട്ട് ചെയ്യാട്ടെ അതിൻ്റെ വാല്യൂ. ഓക്കെ, അതിൻ്റെ വാല്യൂ 0.03465 ആണ്. 0.03465. Then integrated rate equation for first order എന്ന് പറഞ്ഞാൽ T is equal to 2.303 divided by K log R0 by R ആണ്. R0 പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100. ദെൻ ഫൈനൽ കോൺസെൻട്രേഷൻ 90% കംപ്ലീറ്റ് ആയി. ബാക്കി എത്രയുള്ളത്? 10 ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സെക്കൻഡ്സ് കിട്ടും. മനസ്സിലായാലും എത്ര ടൈമാണ് എടുക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ടൈമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടി നമുക്ക് അത്രയും സെക്കൻഡ്സിന് കിട്ടും. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക, സിമ്പിളാണ് ഇന്നത്തെ പ്രോബ്ലംസ്. And the 7th question, the value of rate constant K of a reaction depends on temperature. From the values of K at two different temperatures, the Arrhenius parameters EA and A can be, EA is activation energy and A is the Arrhenius factor, okay, can be calculated. അതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. Question A എന്ന് പറയുന്നത് the rate constant of reaction at 600 Kelvin and 900 Kelvin are 0.02 second inverse and 0.06 second inverse respectively. Find out the values of EA. അപ്പോൾ അറേനിയസ് ആക്ടിവേഷൻ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അറേനിയസ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് അറേനിയസ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു. അറേനിയസ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് K is equal to AE minus EA AE raised to
അതായത് കെ ഇസ് ഈക്വൽ ടു, ഇതാണ് അറേനിയസ് ഇക്വേഷൻ, കെ ഇസ് ഈക്വൽ ടു എ ഇ മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. ഇതിനെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫോമിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ ഇക്വേഷനാണിത്. ലോഗ് കെ ടു ബൈ കെ വൺ ഇസ് ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ 1 ബൈ ടി വൺ മൈനസ് 1 ബൈ ടി ടു. ഇതിൽ നോക്കുക, കെ ടുവും കെ വണ്ണും തന്നിട്ടുണ്ട്. കെ വൺ 600 കെൽവിൻ ആണ്, കെ ടു 900 കെൽവിൻ ആണ്. ദെൻ സോറി മിസ്റ്റേക്കാണ്, അതായത് നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് 600 കെൽവിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇപ്പോൾ ടി വൺ 600 കെൽവിൻ ആണ്, ദെൻ ടി ടു 900 കെൽവിൻ ആണ്. ദെൻ കെ വൺ എന്ന് പറയുന്നത് 0.02 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ദെൻ കെ ടു എന്ന് പറയുന്നത് 0.06 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇത് തന്നിട്ടുണ്ട്. ഇനി ആർ എന്ന് പറയുന്നത് അറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 8.314. ഇതെല്ലാം കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇ എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നോക്കുക, ഇ എനെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക. ആദ്യം ഈ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ പിന്നെ കിട്ടുക ടി ടു മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി വൺ ടി ടു ആക്കും. ഈ ബ്രാക്കറ്റിനെ മാറ്റുമ്പോൾ എന്നാൽ ടി ടു മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി വൺ ടി ടു. ഓക്കെ, അപ്പോൾ ഇ എനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താ വരിക, ഇ എസ് ഈക്വൽ ടു ലോഗ് കെ ടു ബൈ കെ വൺ. ഇവിടെ ഡിനോമിനേറ്ററിലതൊക്കെ ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ ഇൻറ്റു ഇത് ഡിനോമിനേറ്ററിലാണ് 2.303 ഇൻറ്റു ആർ ഇൻറ്റു ഇവിടെ എന്താ ഡിനോമിനേറ്ററിൽ വരിക ടി വൺ ഇൻറ്റു ടി ടു. അതപ്പോൾ ഇവിടെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും, ന്യൂമറേറ്ററിലേക്ക് വരും, ടി വൺ ഇൻറ്റു ടി ടു ഡിവൈഡഡ് ബൈ. ദെൻ ന്യൂമറേറ്ററിലുള്ളത് ഇ എയും ടി ടു മൈനസ് ടി വണ്ണും ആണ്. ഇ എ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അപ്പോൾ ഇ എവിടെ ഉണ്ട്, അപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് വരും, ടി ടു മൈനസ് ടി വൺ. ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി ടു മൈനസ് ടി വൺ എന്താ, 900 ഡിവൈഡഡ് ബൈ 900 മൈനസ് 600 ഈസ് ഈക്വൽ ടു 300. അത്രയും ജൂൾ മോൾ ഇൻവേഴ്സ്. ഓക്കെ, ദെൻ അതിൻ്റെ ബി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ദ യൂണിറ്റ് ഓഫ് ബി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ 7th എ ഡിസ്കസ് ചെയ്തത്, ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഓഫ് എ റിയാക്ഷൻ if concentration is in mole liter inverse and time second inverse. Order of the reaction is 2. അറിയാവുന്നതാണ്, റിയാക്ഷൻ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ്. അതിൻ്റെ യൂണിറ്റാണ് കെയുടെ, ആ സെക്കൻഡ് ഓർഡറിൽ കെയുടെ യൂണിറ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ജനറൽ ഇക്വേഷൻ അറിയാം, മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് എൻ സെക്കൻഡ് ഇൻവേഴ്സ്. അതിൽ എന്നിൻ്റെ സ്ഥാനത്ത് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കാം, എന്നിൻ്റെ സ്ഥാനം നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1 മൈനസ് 2 എന്ന് കിട്ടി. അപ്പോൾ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തു. അതിൻ്റെ മോൾ -1 ലിറ്റർ -1 ഇൻറ്റു -1 പ്ലസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് യൂണിറ്റ് ഓഫ് കെ ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ക്ലിയർ ആയല്ലോ. 8th ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ എനി വൺ ഓഫ് ദ പ്രൊഡക്ട്സ് ഇൻ യൂണിറ്റ് ടൈം. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻ ആൻഡ് പ്രൊഡക്ട്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവറേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, ഇൻസ്റ്റന്റേനിയസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. കാരണം ഒരു പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, എക്സ്പ്രസ് ദ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടതാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാണ്, എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആണ്. തന്നിരിക്കുന്നത് 2HI gives H2 plus I2. ഞാൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റിലാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. R inst is equal to, ഇവിടെ സ്റ്റോഷിയോമെട്രി 1 ആക്കണം. അപ്പം നമ്മൾ ഈ 2 കളയാൻ വേണ്ടി 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ 1/2 റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ. ഡി ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് HI ഡിവൈഡഡ് ബൈ DT ഇസ് ഈക്വൽ ടു, പ്രൊഡക്റ്റിനൊക്കെ പോസിറ്റീവ് സൈൻ ആണ്. ഇവിടെ സ്റ്റോഷിയോമെട്രി ഈക്വൽ ആക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം 1 തന്നെയാണ്. അപ്പോൾ DH2 by DT ഇസ് ഈക്വൽ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് I2 by DT. ക്ലിയർ ആയല്ലോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 8th സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദ എബോവ് റിയാക്ഷൻ ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI raised to 2. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? HI raised to 2 എന്ന് പറഞ്ഞാൽ അറിയാം, 2 വരികയാണെങ്കിൽ പവർ 2 ആണെങ്കിൽ അത് എന്ത് ഓർഡറാണ്? സെക്കൻഡ് ഓർഡറാണ് ആൻസർ. ഡിഫൈൻ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. നിങ്ങൾക്കറിയാവുന്നതാണ് എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഞാൻ അതിൽ തന്നെ 4th ക്വസ്റ്റ്യൻ ആണ്, വെദർ ദ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് ദ എബോവ് റിയാക്ഷൻ ആർ ദ സെയിം, ഗിവ് റീസൺ. ശരിയാണ്, ഇത് സെക്കൻഡ് ഓർഡർ ആണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര പാർട്ടിക്കിൾസ് റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തു, എത്ര പാർട്ടിക്കിൾസ്, എത്ര റിയാക്ടൻ മോളിക്യൂൾസ് ആണ് ടേക്ക് പാർട്ട് ചെയ്തേക്കുന്നത്, 2
അല്ലേ? അപ്പോൾ മോളിക്കുലാരിറ്റിയും 2 ആണ്, ഓർഡറും 2 ആണ് അല്ലേ? അപ്പോൾ രണ്ടും സെയിം ആണ്. എന്താ കാരണം? അത് ഇങ്ങനെ എഴുതിയാൽ മതി. മോളിക്കുലാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് വിച്ച് കൊളക്ട് സൈമിൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദ റിയാക്ഷൻ. ഹിയർ ദ മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതിയാൽ മതി. ദെൻ ഓർഡർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ഇക്വേഷൻ. ഹിയർ then x is equal to 2, so it is a second order. So molecularity and order are same. Clear ആയല്ലോ? അതാണ് ആൻസർ. ഞാൻ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. Okay. Then 9th question. For a first order reaction, half-life period T half is independent of initial concentration of its reacting species. What is mean by half-life period of the reaction? In the half-life എന്ന് പറഞ്ഞാൽ it is a time taken for half of the reaction to be completed. Okay. ഒരു മാർക്കാണ് അതിന്. Second question. By deriving the equation for T half of a first order reaction, prove that T half is independent of initial concentration of its reacting species. നിങ്ങളോട് ഫസ്റ്റ് ടി ഹാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ? ഫസ്റ്റ് ഓർഡറിൻ്റെ. അതിന് ഹിൻറ്റ് തന്നിട്ടുണ്ട് കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ ടി ലോഗ് R0/R. അതിൻ്റെ ഡെറിവേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഒന്നുകൂടി നമുക്കത് നോക്കാം. കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0/R. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ഹാഫ് ലൈഫ് പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടീഷൻ ടി എന്തായിട്ട് മാറും? ടി ഹാഫ് ആവും. അപ്പോൾ R0 തന്നെ, പക്ഷെ പകുതി ടൈമിൽ ഫൈനൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? R0യുടെ പകുതി. അതായത് ഫൈനൽ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു R0/2. ഈ രണ്ട് വാല്യൂസും R0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ R0 തന്നെ എന്തായിട്ട് മാറി? R0/2 ആയിട്ട് മാറി. ദെൻ അതിന് നമുക്ക് റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? R0 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ R0 ക്യാൻസൽ ചെയ്ത് പോയി ലോഗ് 2 എന്ന് വരും. ലോഗ് 2ൻ്റെ വാല്യൂ 0.3010 ആണ്. 2.303 ഇൻറ്റു 0.3010 എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ്. ദെൻ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ഈ ഇക്വേഷൻ പ്രകാരം ടി ഹാഫ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? കെനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. From this we can say that T half is independent of initial concentration of the reactant. Clear ആയല്ലോ? Then 10th question അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.